ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കുറച്ച് രസകരമായിട്ടുള്ള സിറ്റുവേഷനാണ്. ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറും ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറും തമ്മിൽ കണ്ടുമുട്ടിയ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്, അവരുടെ വാഗ്വാദങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അങ്ങനെയുള്ള കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലൊക്കെ വലിയ പുലിയായ നമ്മുടെ ദാമുവിനെ ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിക്കുവാണ്. വെൽക്കം. ഇനി നമ്മുടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിൽ നല്ല ജീനിയസ് ആയിട്ടുള്ള പരമുവിനെ ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിക്കുവാണ്. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. അപ്പൊ ഇവര് തമ്മിലാണ് വാഗ്വാദങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഏതായാലും ഇവിടെ നിന്ന് സ്കൂട്ടാവുകയാണ്. ഇനി ഇവര് തമ്മിലായിക്കോട്ടെ. അതെ, നമ്മൾ വലിയ വോൾട്ടേജുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് മിനിമം ഒരു 110 വോൾട്ട്, 220 വോൾട്ട്, 440 വോൾട്ട്, പിന്നെ 11 kV, 33 kV, 66 kV, 110 kV, 220 kV, 440 kV, അങ്ങനെ വലിയ വോൾട്ടേജുകളൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ അത്രയും വലിയ വോൾട്ടേജ് ഒന്നും കൈകാര്യം ചെയ്യുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് 5 വോൾട്ട്, 9 വോൾട്ട്, 12 വോൾട്ട്, 24 വോൾട്ട് ഇതിനൊക്കെ ഞങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഒത്തിരി ഉപകരണങ്ങൾ നമ്മൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഞങ്ങൾക്ക് KV കണക്കിനുള്ള വോൾട്ടേജ് ഒക്കെ ഉത്പാദിപ്പിക്കാനുള്ള സർക്യൂട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ആംബിയർ ഇത്തിരി കുറവായിരിക്കുന്നേ ഉള്ളൂ. എങ്കിലും ഞങ്ങളും ഉത്പാദിപ്പിക്കും 220 kV ഒക്കെ കേട്ടോ. പിന്നെ ആംബിയറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മിനിമം ഒരു 10 ആംബിയർ, 100 ആംബിയർ, 300 ആംബിയർ, 1000 ആംബിയർ, അതിൽ കുറഞ്ഞിട്ടുള്ള ഒരു കളിയും നമുക്കില്ല കേട്ടോ. പിന്നെ ആംബിയറിന്റെ കാര്യത്തിൽ വരുമ്പോൾ 1000, 2000 ആംബിയർ ഒന്നും വരുന്നില്ലെങ്കിലും 10 മൈക്രോ ആംബിയറിനും 10 മില്ലി ആംബിയറിനും ഒക്കെ ഞങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളത് കേട്ടോ. പിന്നെ പവറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിലോ വാട്ട്, മെഗാവാട്ട് അങ്ങനെയുള്ള പവറിനോടൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അതിൽ കുറഞ്ഞിട്ടുള്ള കേസുകളൊന്നും നമ്മൾ എടുക്കില്ലേ. നമ്മൾ വലിയ കിലോ വാട്ട്, മെഗാവാട്ട് ഒന്നും കൈകാര്യം ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ മില്ലി വാട്ട്, വാട്ട്സ് റേഞ്ച് ഒക്കെ സുഖമായിട്ട് കൈകാര്യം ചെയ്യും. പക്ഷെ പതുക്കെ കിലോ വാട്ടിലും മെഗാവാട്ടിലേക്കൊക്കെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ റെസിസ്റ്റൻസിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ 1 ohm, 2 ohm, 3 ohm എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ റെസിസ്റ്റൻസ്. അത്രയും വലിയ റെസിസ്റ്റൻസ് ഒക്കെ വരുവാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അവർക്ക് ഓംസ് റേഞ്ചിലുള്ളതൊക്കെ പെരിയ പ്രോബ്ലമാണ്. നമുക്ക് 1 ohm, 2 ohm ഒക്കെ വെറും ചീപ്പ് വാല്യൂ. നമുക്ക് ഒരു 10K, 100K, 220K, 1 mega ohm അതൊക്കെയാണ് നമ്മുടെ ഹീറോ. പിന്നെ നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന വയറും കേബിളൊക്കെ നല്ല കട്ടിയുള്ളതായിരിക്കും. അതുപോലെ തന്നെ നല്ല ഇൻസുലേഷനും കാണും. കുറച്ച് വയറേ ഉള്ളെങ്കിലും ഉള്ളത് നല്ല ബോൾഡ് ആൻഡ് ഹെവി സ്ട്രോങ് ആണ്. നമ്മൾ അത്രയും വലിയ കട്ടിയുള്ള കമ്പികളോ കേബിളുകളോ ഒന്നും യൂസ് ചെയ്യാറില്ല. ചെറിയ വയറുകളായിരിക്കും. പക്ഷെ ഒത്തിരി വയറുകൾ കാണും. സിഗ്നൽസിനും കാര്യത്തിനൊക്കെ ആയിട്ട് വളരെയധികം വയർ യൂസ് ചെയ്യുന്നുണ്ട്. ചെറുതായിരിക്കും, പക്ഷെ ഒത്തിരി കാണും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 Hz, 60 Hz, പിന്നെ ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിൽ 400 Hz ഒക്കെ യൂസ് ചെയ്തെന്നിരിക്കും. പിന്നെ അതിന് മുകളിലുള്ള ഇന്റർഫറൻസോ നോയ്സോ നമ്മളെ കൊണ്ടുണ്ട് കേട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 50 Hz, 60 Hz ഒക്കെ വളരെ കുറഞ്ഞ ചെറിയ ഫ്രീക്വൻസിയാണ്. നമ്മൾ കിലോ ഹെഡ്സ്, മെഗാ ഹെഡ്സ് റേഞ്ചിലൊക്കെയാണ് കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, കുറച്ച് ഇന്റർഫറൻസും നോയ്സും ഒക്കെ അല്പം കൂടുതലായിരിക്കും. പക്ഷെ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടികളെല്ലാം നമ്മുടെ കയ്യിൽ സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ പാസീവ് കമ്പോണൻസിനാണ്. റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ട്രാൻസ്ഫോമർ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആക്റ്റീവ് കമ്പോണൻസിനാണ്. ട്രാൻസിസ്റ്റർ, IC, മോസ്ഫെറ്റ്, IGBT ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഏരിയകൾ. പിന്നെ നമ്മുടെ ഫീൽഡിൽ ഹൈ വോൾട്ടേജ് ലൈറ്റിങ്ങും ആർക്കിങ്ങും സ്പാർക്കും ഹൈ ടെമ്പറേച്ചറൊന്നും അതൊന്നും നമുക്ക് വലിയ ബുദ്ധിയൊന്നും അല്ല കേട്ടോ.
അയ്യോ, പക്ഷെ ഞങ്ങൾക്ക് അത്രയും ഹെവി ആയിട്ടുള്ള വോൾട്ടേജ് സ്പൈക്കോ സർജോ അല്ലെങ്കിൽ ലൈറ്റിനിങ് ഒന്നും താങ്ങാൻ പറ്റത്തില്ല. വളരെ സെൻസിറ്റീവാണ്. ആ ഒരു കാര്യത്തിൽ ഒരല്പം വീക്കാണെന്നേ ഉള്ളൂ. പക്ഷേ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മെത്തേഡുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ സേഫായിട്ട് തന്നെ വരും. പിന്നെ നമ്മളെ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ഹെവി ലോഡുകൾ, ഹെവി ആയിട്ടുള്ള മെഷീനറീസ് ഇതൊക്കെ പ്രവർത്തിപ്പിക്കാനാണ് നമ്മുടെ ആവശ്യം ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ നമ്മളെ കൊണ്ടുള്ള പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യുക, ആംപ്ലിഫൈ ചെയ്യുക, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ രംഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട്. നമ്മുടെ പവർ ട്രാൻസ്മിഷൻ, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് പ്രവർത്തിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ പവർ ട്രാൻസ്മിഷനിലും കൺട്രോളിങ്ങിലും എല്ലാം ഇലക്ട്രോണിക്സും വളരെയധികം നല്ല റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അത് പറയാൻ കാര്യം, നമ്മുടെ ഈ പവറിലുള്ള ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യണമെങ്കിലും അതിനെ വേറൊരു രീതിയിലേക്ക് കൺട്രോൾ ചെയ്യണമെങ്കിലും അവിടെ തീർച്ചയായിട്ടും നമുക്ക് മൈക്രോ കൺട്രോളറും അതുപോലെ തന്നെ PLC, SCADA ഇങ്ങനെയുള്ള സിസ്റ്റംസ് എല്ലാം വേണ്ടി വരും. അപ്പോൾ അവിടെയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്ത് വോൾട്ടേജ് ഒക്കെ നമുക്ക് ലഭ്യമാകുന്നത്. പിന്നെ മറ്റൊരു എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ ഇലക്ട്രിക്കൽ മേഖലയിൽ ഇലക്ട്രോണിക്സിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകളാണ് നമ്മുടെ ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ സിസ്റ്റംസ്. അതായത് പരമ്പരാഗതമായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന AC സിസ്റ്റത്തിൽ നിന്ന് മാറി ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ സിസ്റ്റംസ് ഇപ്പോൾ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതിലും കൃത്യമായിട്ടുള്ള വോൾട്ടേജ് റെഗുലേഷനും കൺട്രോളിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മേഖലയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ എനർജിയിൽ നിന്ന് കൃത്യമായിട്ട് പവർ ഗ്രിഡിലേക്കുള്ള ആ ഒരു പവർ ട്രാൻസ്ഫറിങ് അത് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട് അതിനകത്ത് വേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഈ ഒരു കാലഘട്ടം. അവിടെ തീർച്ചയായിട്ടും ഹെവി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പാർട്സും ഉണ്ട്, അതിനെ സൂക്ഷ്മമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഇലക്ട്രോണിക് ഘടകങ്ങളും ഉണ്ട്. ഇതിന്റെ എല്ലാം ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ സർവീസുകൾ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രോണിക്സിനെയും ഇലക്ട്രിക്കലിനെയും ഒരേപോലെ സ്നേഹിക്കുക, രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വളരെയധികം കണ്ടന്റുകൾ അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന എനിക്ക് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് വേണോ ഇലക്ട്രിക്കൽ മേഖല വേണോ എന്ന് തിരഞ്ഞെടുക്കുന്ന സ്റ്റുഡൻസിന് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു തരാം. അത് നമ്മുടെ ദാമു ആദ്യം പറയും ഇലക്ട്രിക്കലിനെ പറ്റിയുള്ള കാര്യം. ഇനി നിങ്ങൾക്ക് ഇലക്ട്രിക് പവർ ജനറേഷൻ, അതിന്റെ ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ അതിന്റെ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ്, മെക്കാനിക്കലായിട്ടുള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസുകൾ, മോട്ടർ, ജനറേറ്റർ, ഇതിനോടൊക്കെയാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചൂസ് ചെയ്യേണ്ടത് ഇലക്ട്രിക്കൽ സ്ട്രീമാണ്. ഇനി നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് മേഖലയാണ് ഇഷ്ടമെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മുടെ പരമു പറയും. നിങ്ങൾക്ക് സിഗ്നൽ പ്രോസസ്സിങ്, ടെലികമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ സർക്യൂട്ട് ഡിസൈനിങ്, പിന്നെ ഓരോ ഫംഗ്ഷനുള്ള സർക്യൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ, കമ്പ്യൂട്ടിങ്, ഇതിലൊക്കെയാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക്സ് ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഈ രസകരമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.